പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഒരു ടെക്നിക്കൽ ഡിഫക്റ്റ് ഇതിനിടയ്ക്ക് ഈ പാട്ട് പാടാനുള്ളവർ പറയുന്നുണ്ട്. അവർ പാടുന്ന സമയത്ത് അതിൻ്റെ ചില സാങ്കേതികതകൾ ആരെങ്കിലും വേണം എന്നൊക്കെ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് പരിഹരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് തുടങ്ങി വയ്ക്കാം അല്ലേ? സമയം കളയണ്ടല്ലോ, തുടങ്ങി വയ്ക്കാം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുല്ലനേഴിയുടെ പദകോശം ചലച്ചിത്ര ഗാനങ്ങളിൽ എന്നാണ് ടൈറ്റിൽ. അപ്പം ഇതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഓരോ ഘട്ടം വരുമ്പോൾ ഓരോ പാട്ടിലേക്കും നമ്മൾ വരും. ആ പാട്ട് പാടാനായി തയ്യാറെടുത്ത നാട്ടിലെ പാട്ടുകാരുണ്ട്. അപ്പം ആ പാട്ട് അതൊന്ന് കേട്ട് നോക്കൂ എന്ന് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ അവരുടെ പേരൊന്നും നോട്ട് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് പാടാൻ തയ്യാറെടുത്തൊരു വന്ന ആ പാട്ട് പാടിയാൽ നമുക്കതിൻ്റെ വിശകലനമൊക്കെ ആയിട്ട് അടുത്ത പാട്ടുകളിലേക്ക് പോകാം. ഇതാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തൊരു മൊഡ്യൂൾ. അതുകൊണ്ട് ആദ്യം മുല്ലനേഴിയുടെ പദകോശം ചലച്ചിത്ര ഗാനങ്ങളിൽ എന്നുള്ള ഈ ടൈറ്റിൽ കണ്ടപ്പോൾ നമ്മുടെ FB-യിലും മറ്റൊക്കെ ഈ പരസ്യം കണ്ടപ്പോൾ എന്നോട് ചില സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചു, എന്താണ് മാഷ ഈ പദകോശം? അപ്പോൾ ഞാൻ ചെറിയ വിശദീകരണം അവർക്കൊന്ന് കൊടുത്തു. അത് നമ്മുടെ ചർച്ചകളുടെ സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ദൗത്യം പറയാൻ എന്തോ കാര്യങ്ങളുണ്ട്. അപ്പോൾ കാര്യം പറയണം. ആ കാര്യം പറയുന്നതിന് നമുക്ക് സാങ്കേതികമായി വേണമെങ്കിൽ പ്രമേയം എന്ന് പറയാം. പിന്നെ പറയുന്ന ഒരു രീതിയുണ്ട്. എല്ലാവർക്കും പ്രതിജന ഭിന്ന വിചിത്ര മാർഗമായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയെ കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് ആഖ്യാനം എന്ന് പറയാം. ഈ ആഖ്യാനത്തിന് അകത്ത് വരുന്ന സംഗതികളാണ് പദകോശം. അപ്പോൾ ഈ പദകോശം എന്നൊക്കെ പറയുമ്പോൾ എഴുത്തുകാരൻ്റെ സ്വത്വത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരടയാളമാണ് അത്. ആ പദകോശം എഴുത്തുകാരൻ ആർജിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിൽ നിന്ന്, ആ സാഹചര്യങ്ങളിൽ നിന്ന്, വായിച്ച പുസ്തകങ്ങളിൽ നിന്ന്, കണ്ട കാഴ്ചകളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന്, സാമൂഹ്യമായി നടത്തിയ ഇടപെടലുകളിൽ നിന്ന്, ഇവയിൽ നിന്നെല്ലാം എഴുത്തുകാരൻ്റെ മനസ്സിലേക്ക് ബോധപൂർവമായും അതിനേക്കാൾ അപ്പുറത്ത് അബോധപൂർവമായും വന്ന് വീഴുന്ന സംഗതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പദകോശം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മലയാള ചലച്ചിത്ര ഗാനരചനാരംഗത്തെ ഏറ്റവും വെഴ്സാറ്റയിലായിട്ടുള്ള നമ്മളിപ്പോഴും ആരാധിക്കുന്ന വയലാർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായൊരു ഗാനത്തിൻ്റെ ഒരു പല്ലവിയിൽ തുടങ്ങിയാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെറുതായിട്ട് ഒന്ന് വിശദമാക്കാം. ഞാനൊരു ഗായകനൊന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി അതിൻ്റെ ആ ഈണത്തിൽ നിന്ന് മൂടാൻ ശ്രമിക്കാം. കണ്ണിൽ വിടരും കമലകളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചുടികളിൽ നിന്നാണിപ്പഴം പൊഴിയും. ഈ ഒരു പല്ലവി, ആ ഒരു പല്ലവിയിൽ അതിൻ്റെ പ്രമേയം നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ അത് ഒരു നായികയുടെ വർണ്ണനയാണ്. പ്രത്യേകിച്ചും മുഖസംബന്ധമായ ഒരു നായിക വർണ്ണന. ഇനി അത് കഴിഞ്ഞതിൻ്റെ ആഖ്യാനം, അത് നായികയോടുള്ള നായകൻ്റെ അനുരാഗ പ്രകടനം, അതാണ് അതിൻ്റെ ആഖ്യാനം. ഇനി അതിൻ്റെ പദകോശം എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ ഓരോ വാക്കുകൾ എടുക്കാം. ദ്വന്ദ്വങ്ങളായിട്ട് എടുക്കാം. കായാമ്പൂ, കണ്ണ്, ഇത് രണ്ടും. കായാമ്പൂ അത് കണ്ടവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊക്കെ വായിച്ച അനുഭവമുണ്ട്, ഏതാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. നീലപ്പൂവള അങ്ങനെയുള്ള മിഴികളൊക്കെ വർണ്ണിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. കായാമ്പൂ അത് വായിച്ച അനുഭവമേ ഉള്ളൂ. കായാവിൻ്റെ പൂവാണ്, അത് വളരെ നീലയും
അതേപോലെ തന്നെ കറുപ്പും കലർന്ന പുഷ്പമാണ് എന്നൊക്കെ പറയും. എന്തായാലും കണ്ണിൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കാനുള്ള ആ കായാമ്പൂവ് കണ്ണ്, ഈ ഒരു തൊണ്ട്. അതേപോലെ കമലതളം കവിള്, അത് വേറൊരു തൊണ്ട്. പിന്നെ ചൊടി ചുണ്ട്, ആലിപ്പഴം മറ്റൊരു തുണ്ട്. ഈ കാര്യങ്ങളാണ് ഈ പല്ലവിയിൽ വരുന്ന പദകോശം. അപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ പ്രമേയം നായികയുടെ വർണ്ണനയാണ്, അതിൻ്റെ ആഖ്യാനം പ്രണയത്തിൻ്റെ ആവിഷ്കാരമാണ്, അതിൻ്റെ പദകോശം നേരത്തെ പറഞ്ഞ ഈ വാക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഈ പദകോശം വയലാർ ആർജിച്ചത് വയലാറിൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന്, വായനയിൽ നിന്ന്, പഠനത്തിൽ നിന്ന്, മറ്റ് ചിന്തകളിൽ നിന്ന് ബോധപൂർവമായും അബോധപൂർവമായും അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹത്തെ തൂലികയിലൂടെ വാർന്ന് വീണ സംഗതികളാണ് ഈ പദകോശം. അത് ഈ പാട്ടിൽ മാത്രമല്ല, ഏതൊരു പാട്ടിൽ. അപ്പോൾ നമുക്ക് വയലാർ രാമവർമ്മ, പി ഭാസ്കരൻ മാസ്റ്റർ, ONV കുറുപ്പ്, ഇവരുടെയൊക്കെ പദകോശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒരു കാൽപ്പനിക പദകോശമാണ് ഈ കവികളുടെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഒരു റൊമാൻറ്റിക് പദകോശം. അതൊരു പക്ഷേ ഇവരുടെ മുൻഗാമിയായ മഹാകവി ചങ്ങമ്പുഴയിൽ നിന്ന് അവരിലേക്ക് പകർന്നു കിട്ടിയതായിരിക്കാം. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ ഈ കാൽപ്പനിക പദകോശത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സ്മജി പുരുഷൻ മുല്ലരേടി നീലകണ്ഠൻ മാസ്റ്റർ രംഗത്ത് വരുന്നത്. അത് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവരെ ഈ ചെയ്തു വെച്ച കാൽപ്പനിക പദകോശത്തെ ബ്രേക്ക് ചെയ്ത് മാസ്റ്റർ മറ്റൊരു പദകോശം തൻ്റെ ആദ്യകാലത്തിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുന്നു. പുറത്തു വന്ന ആദ്യകാലം, ഞാവൽപ്പഴങ്ങളിലെ ആ ആദ്യകാലത്തിലൂടെ അദ്ദേഹം പ്രകടനം. നമുക്ക് ആ പാട്ട് കേട്ടുകൂടെ, കേട്ടിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാവൽപ്പഴങ്ങളിലെ കറുകറുത്തൊരു പെണ്ണാണ്. ആരാ നമ്മുടെ ഗായകൻ? ഓക്കെ, പാട്ട് കേട്ടിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ഒരു സെറ്റിങ്സിൻ്റെ കാര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒന്നും കൂടെ പറയാം. സെറ്റിങ്സ് തീരുന്ന ആ ടൈം വെച്ച് പറയാം. കാരണം നമ്മുടെ മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ ആരംഭ ദശയിലുണ്ടായിരുന്ന തിരുനയ്യാനെക്കുറിച്ച് മാത്രമായ അതേപോലെ അഭയന് തുടങ്ങിയവരുടെയൊക്കെ കാലഘട്ടത്തിലൂടെയാണ് മലയാളത്തിലെ ഏറ്റവും നല്ല പഴയ കാലത്തിലെ ഗാനങ്ങൾ, തനിമയുള്ള ഗാനങ്ങൾ നമ്മുടെ ചലച്ചിത്ര പേരിൽ അങ്ങനെ വരുന്നത്. ആ വന്നതിന് ശേഷം പിന്നീട് പി ഭാസ്കരൻ മാസ്റ്റർ, അതേപോലെ വയലാർ രാമവർമ്മ, ONV കുറുപ്പ്, ഇവരിലൂടെ അത് വളരെ വളരെ കൂടുതൽ പുഷ്കരമായ രീതിയിൽ വളരുകയുണ്ടായി. അങ്ങനെ ആ വളരുന്ന സമയത്ത് നമ്മുടെ ഗാനശാഖ വളരെ വെർസറ്റൈലായിട്ട് ആ ഗാനശാഖയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷയം ഏതായാലും ആ വിഷയസംബന്ധമായി വളരെ ഗരിമയോടെ പല സമ്പത്തും മറ്റു കാര്യങ്ങളെല്ലാം അണിയിച്ചു കൊണ്ടുപോകാൻ വയലാറിന് ഒരു അപൂർവ ശേഷി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. വളരെ ഗ്രാമ്യമായ രീതിയിലൂടെ, ലാളിത്യത്തിലൂടെ പി ഭാസ്കരൻ മാസ്റ്റർ കവിത്വം നിറഞ്ഞ ആ ഒരു രീതിയിൽ ഗാനരചന ഭാസ്കരൻ മാസ്റ്റർക്ക് വളരെ വൈഭവം. ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ഗാനരചനാ രംഗത്തേക്ക് വരാൻ നിയുക്തനായ ONV കുറുപ്പ് വീശപ്പുറത്തിന് മുമ്പേ അദ്ദേഹം ഗാനരചനാ രംഗത്ത് വന്നു. പക്ഷേ ONV കുറുപ്പ് പിന്നീട് അദ്ദേഹം കോളേജ് അധ്യാപകരൊക്കെ ആയപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നാടകത്തിലൊക്കെ പാട്ട് എഴുതി സിനിമയിലേക്കൊക്കെ വരാനുള്ള ഒരു ശ്രമം. അപ്പോൾ പ്രൊഫഷണലായിട്ട് ഈ തരത്തിലുള്ള രചന നടത്താൻ അന്നത്തെ എന്താ പറയുക ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായ ചില നിയന്ത്രണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ കാലം ONV കുറുപ്പ് ഗാനരചനാ രംഗത്ത് മാറി നിന്നു. അപ്പോൾ ഈ സമയത്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയ കൂട്ടത്തിൽ ഈ രണ്ടുപേരും വയലാർ ഭാസ്കരൻ മാസ്റ്ററുമാണ്. അത് സിനിമകളൊക്കെ ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം കുറവായിരുന്നു. കുഞ്ചാക്കോ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നും, അതേപോലെ തന്നെ നീയ സ്റ്റുഡിയോയിൽ നിന്നും സുബ്രഹ്മണ്യൻ സാർ, അങ്ങനെയുള്ളവരുടെ സിനിമകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് അപൂർവമായി അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരും. അപ്പോൾ അതുകൊണ്ട് ഗാനരചനയ്ക്കുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. പിന്നീട് മലയാള സിനിമയിലേക്ക് ഒരുപാട് പുതിയ സംവിധായകരും പുതിയ കഥകളും സിനിമകളും ഒക്കെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ആ 60-ന് ശേഷം
ഒരു 70കളിൽ വയലാറ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഗാന സൗഹൃദങ്ങളെ രചനാരംഗത്ത് അദ്ദേഹം സൃഷ്ടിക്കേണ്ടത്. ഏത് തരത്തിലുള്ള പാട്ട് അത് എങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ആ കാൽപ്പനിക പദകോശമാണെങ്കിലും വിപ്ലവകരമായ കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ രീതിയിലൂടെ, അതേപോലെ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലൂടെ, അല്ലെങ്കിൽ ദാർശനികമായ രീതിയിലൂടെ വയലാറിന് ഒന്നും വല്ലഭൻ പുല്ലും ആയുധം എന്ന വീട്ടിലായിരുന്നു വയലാറിൻ്റെ ആ ഒരു രചന. ഏത് വിഷയമായ വെൺചന്ദ്രലേഖി ഒരു അപ്സര സ്ത്രീ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. വിപ്രലംബ ശൃംഗാരമൊന്നും സാധാരണയ്ക്ക് ആരും അങ്ങനെ എന്താ പറയുക ഗാനങ്ങളിൽ പ്രയോഗിക്കാറില്ല. പക്ഷെ വയലാറിന് ഒരു സംഗതിയാണ്. നമ്മുടെ ഗാനം പാടാൻ റെഡിയായോ? ഓക്കെ. ഞാൻ അതിനിടയ്ക്കുള്ള ടൈം ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ വരികയാണ്, നമ്മുടെ കഥാകൃഷ്ണനിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇവരുടേതായിട്ടുള്ള കാൽപ്പനികമായ പദകോശത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഗ്രാമീണമായ നാടൻ ഫോക്ക് വേർഡ്സ് ഉപയോഗിക്കുന്ന മറ്റൊരു പദകോശത്തിന്റെ നിർമ്മിതിയിലേക്ക് ആദ്യമായി കയറി വരുന്ന മലയാളത്തിലെ ഒരു ഗാനരചയിതാവ് എന്ന നിലയ്ക്ക് നമുക്ക് അടയാളപ്പെടുത്താവുന്ന എഴുത്തുകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട മുല്ലനേഴി നീലകണ്ഠൻ മാസ്റ്റർ. ആ ആദ്യഗാനം തന്നെ അതിന് അടയാളമാണ്. ഞാവൽപ്പഴങ്ങൾ എന്ന ആ സിനിമയിൽ ആദ്യമായി പുറത്തുവന്ന ആ ഗാനം നമുക്കൊരു കേൾക്കാം. ഓക്കെ, എല്ലാവരും ക്ഷമിക്കണം, നമുക്ക് മോണിറ്റർ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ താഴെ നിന്ന് പാടുന്നത് കേട്ടോ. കേട്ട് പാടാനുള്ള സൗകര്യം ചെക്ക് ചെയ്യാം. കറുകറുത്തൊരു പെണ്ണാണ് കടലെടുത്തൊരു പെണ്ണാണ്, കറുകറുത്തൊരു പെണ്ണാണ് കടലെടുത്തൊരു പെണ്ണാണ്. കാടിൻ്റെ യോമനമോടാണ് ഞാവൽപ്പഴത്തിൻ്റെ ചേടാണ്, പിള്ളിക്കറുപ്പ് പുറത്താണ് ഉള്ളിൻ്റെ ഉള്ളു തൊടുത്താണ്. മാനത്ത് പൊട്ടി വിരിയണ ചുവന്ന പൂവ്, കറുത്ത ചന്തത്തിനകത്തൊരു കരവിന്നോവ്. ഇരുണ്ട മാനത്ത് പൊട്ടി വിരിയണ ചുവന്ന പൂവ്, കറുത്ത ചന്തത്തിനകത്തൊരു കരവിന്നോവ്. മാമല വീരിമ പെറ്റൊരു വെള്ളിച്ചോല, പെണ്ണിന്റെ കരളിലെ ധരച്ചോല, ചിപ്പിതനകത്തുറയണ വെളുത്ത മുത്ത്, നീയാം ചിപ്പിയിൽ വീക്കിയെടുത്തൊരനുരസത്ത്. കറുകറുത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്തൊരു മീനാണ്, കാട്ടുപെണ്ണിന്റെ ഞാവൽപ്പഴത്തിന്റെ കരളിനുള്ളിൽ ചുവപ്പാണ് ചുവപ്പാണ്. എള്ളിക്കറുപ്പ് പുറത്താണ് ഉള്ളിൻ്റെ ഉള്ളു തൊടുത്താണ്. കൊണ്ടതിൽ തെന്നി തെളിക്കണ തിങ്കളെ പോലെ ഒളിഞ്ഞു നോക്കി മാറിയിരിക്കും.
പനമോടാണ് ഞാവൽപ്പഴത്തിൻ്റെ ചേരാണ് എണ്ണി കറുപ്പ് പുറത്താണ് ഉള്ളിലുള്ളു തൊടുത്താണ് കറുത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്തൊരു മിന്നാണ് കടഞ്ഞെടുത്തൊരു മിന്നാണ് കടഞ്ഞെടുത്തൊരു മിന്നാണ്. വളരെ വളരെ മനോഹരമായി ആലോചിച്ചിരിക്കുന്നു അല്ലേ? ആ ഗാനം പാടാൻ വരുമ്പോഴും സ്വയം ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങുന്നത് നന്നായിരിക്കും കേട്ടോ. എൻ്റെ കൈവശം എല്ലാവരുടെയും പേരുകളൊന്നുമില്ല, അതുകൊണ്ട് എന്നാൽ ഈ പാട്ടിൽ നമ്മൾ കേട്ടപ്പോഴേ നമ്മുടെ പദകോശമല്ലേ ചർച്ച ചെയ്തു. ഓക്കെ, പറഞ്ഞു. ഹലോ എൻ്റെ പേര് അനിൽ എന്നാണ്. അനിൽ പടവരാടാണ് സ്വദേശം. ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. പാട്ട് ഒരു പാഷനായിട്ടുണ്ട്. ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗാനത്തിലെ പദകോശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രയോഗങ്ങളുണ്ട്. ഇരുണ്ട മാനം, ചുവന്ന പൂവ്, കറുത്ത ചന്തത്തിനകത്തെ കനവിന്നോ, അത് വളരെ ശ്രദ്ധിക്കണം. കറുത്ത ചന്തത്തിനകത്ത് വരുന്ന കനവിൻ്റെ ഒരു നോവ്. നമുക്കറിയാമല്ലോ എസ് കെ പൊറ്റേക്കാടിൻ്റെ ഒരു ഞാവൽപ്പഴങ്ങൾ എന്ന് പറയുന്ന സാമാന്യം നീണ്ട ഒരു കഥയിലെ ആ കഥയെ ആസ്പദമാക്കിയിട്ട് ആ സിസു സംവിധാനം ചെയ്ത സിനിമയാണ് ഞാവൽപ്പഴങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ കാടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും അതേപോലെ ആധുനിക കാലത്തെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളും ഒക്കെ കൂടെ മിങ്കിൾ ചെയ്തു വരുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നെ കറുത്ത ചിപ്പിക്കകത്ത് വെളുത്ത മുത്ത്, ആ പ്രയോഗത്തിന് ബ്യൂട്ടിയുണ്ട്. അടുത്തത് ഏറ്റവും ആകർഷിക്കുന്ന ഒരു പ്രയോഗം, നീയാം ചിപ്പിയിൽ നീറ്റിയെടുത്തോരനുരാഗ സത്ത്. നീയാം ചിപ്പിയിൽ നീറ്റിയെടുത്തോരനുരാഗ സത്ത്. ഇങ്ങനെയുള്ള ആ പ്രയോഗങ്ങളൊക്കെ മുല്ലനേഴിയുടെ എന്താ പറയുക പദകോശത്തിൻ്റെ സവിശേഷതയാണ്. പിന്നെ പെണ്ണ് എന്ന ഒരു ബിംബം, അതിൻ്റെ കരുത്തിനെ ഇത്രമാത്രം ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ആവിഷ്കരിച്ച എഴുത്തുകാർ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു പാട്ടിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കണ്ണു കൊതിക്കണ ചേരുള്ള പെണ്ണുണ്ടോ, മണ്ണ് മെരിക്കാൻ കരുത്തുള്ള പെണ്ണ്. അത് പറയണം, കണ്ണ് കൊതിക്കണ ചേരുള്ള പെണ്ണുണ്ടോ, മണ്ണ് മെരിക്കാൻ കരുത്തുള്ള പെണ്ണ്. അപ്പൊ ഈ ഒറ്റ പ്രയോഗത്തിൽ ഭൗമം, അതേപോലെ ശക്തം, അതുപോലെ റിയലിസ്റ്റിക്, പിന്നെ വിപ്ലവീര്യം, അധ്വാന തൃഷ്ണ എല്ലാം കൂടി കലർന്ന ഒരു അപൂർവ കൽപ്പനയാണ് ഈ പറഞ്ഞത്. ഒരു കാര്യം ഓർക്കുക, 1975 വയലാർ രാമവർമ്മ നമ്മുടെ ഇന്ന് വേർതിരിഞ്ഞു പോയത്. അവിടെ നമുക്കൊരു ഒരു ശൂന്യത, ഒരു സ്പേസ് ഉണ്ടായി. ആ സ്പേസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് കവികളും അതേപോലെ തന്നെ കവിതയിൽ താല്പര്യമുള്ളവരൊക്കെ ആയിട്ടുള്ള ഗാനരചയിതാക്കൾ രംഗത്ത് വന്നു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, MD രാജേന്ദ്രൻ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ബിജു തിരുമല, പൂവച്ചൽ ഖാദർ തുടങ്ങിയവരൊക്കെ ആ ഒരു ശ്രേണിയിൽപ്പെട്ടവരാണ്. ആ ഒരു കൂട്ടത്തിലേക്ക് താൻ ആഗ്രഹിക്കാതെ തന്നെ വന്നുപെട്ടയാളാണ് മുല്ലനേഴി ഭാസ്കരൻ. അദ്ദേഹത്തിന് പാട്ടെഴുത്തുകാരനാകണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ലായിരുന്നു എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അസീസിൻ്റെ കൂടെ ആ സിനിമയുടെ പ്രവർത്തനത്തെല്ലാം സമ്പൂർണ്ണമായിട്ട് ഒഴുകുമ്പോൾ സംവിധായകൻ അസീസ് പറയാണ്, ഇതിൽ പാട്ട് മുല്ലനേഴി എഴുതിയെന്ന് പറയും. അദ്ദേഹം പറഞ്ഞ ഒരു പരിചയമുള്ള ആരെ കൊണ്ടെങ്കിലും എഴുതിപ്പിച്ചാൽ പോരെ, എനിക്കത് അതിന് അസീസിൻ്റെ മറുപടി, പരിചയമുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചാൽ അവരെ എഴുതുന്നത് അതേപോലെ നമ്മൾ സ്വീകരിക്കണം. താങ്കളാണ് എഴുതുന്നതെങ്കിൽ ഇന്നത് തിരുത്തണം, ഇന്നത് മാറ്റണമെന്ന് പറയാനുള്ള സ്വാർത്ഥം എനിക്കുണ്ടാകും. ആ തരത്തിലുള്ള ഒരു ഓഫറിൻ്റെ പുറത്താണ് മാസ്റ്റർ അത്ര വലിയ താല്പര്യമൊന്നുമില്ലാതെ ഈ രംഗത്തേക്ക് അദ്ദേഹം വന്നത്. അത് കഴിഞ്ഞ് ഈ സിനിമയിലെ പാട്ടുകളെല്ലാം തൻ്റേതായിട്ടുള്ള തനിമയോടുകൂടി ആവിഷ്കരിച്ച് അങ്ങനെ വന്നതിന് ശേഷമാണ് കാട്ടിലെ പാട്ട് എന്ന സിനിമയിലെ ഒരു അപൂർവ ഗാനം വരുന്നത്. അത് കരിമാനക്കുട കൂടി നമ്മുടെ കൂട്ടത്തിൽ കരിമാനക്കുട കൂടി തയ്യാറായ ഇല്ല, പാടാൻ തയ്യാറായി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്കിലും ആ പാട്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
അത്രമാത്രം അപൂർവതയുണ്ട്. എനിക്ക് പാടാനൊന്നും പറ്റില്ല, ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാം. കരിമാന കുട ചൂടി കർക്കടക തേരേറി കുരുതി തറയുവ ചിരുദേവി, അങ്ങനെ വിളിക്കാം. കണ്ണിലെ കനലാച്ചി കരുമന നീരാച്ചി മണ്ണിലേക്ക് ഇറങ്ങിവ ചിരുദേവി. അങ്ങനെ ശ്രീദേവിയാണ് ചിരുദേവി എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെയുള്ള കുറേ ആളുകളെല്ലാം ഒരു അനുഷ്ഠാന രീതിയിലൂടെ ഒരു നൃത്തം നടത്തി പാടുന്ന ഒരു പാട്ടാണത്. അപ്പം ഇവിടെ ഒരു പ്രയോഗം നമ്മൾ നോക്കണേ, കരുമന നീരാച്ചി. ഈ കരിമന എന്നുള്ള പ്രയോഗം അധികം ആളുകളൊന്നും പാട്ടിൽ പ്രയോഗിച്ചിട്ടില്ല. കരിമനയ്ക്ക് പല അർത്ഥങ്ങൾ ഉണ്ടായാലും പ്രധാനപ്പെട്ട ഒരു അർത്ഥം സങ്കടം, വിഷാദം, പ്രയാസം എന്നൊക്കെയുള്ള ഒരു അർത്ഥമുണ്ട്. അതാണ് ഈ സിറ്റുവേഷൻ യോജിക്കുന്നത്. പക്ഷേ ഇത് നളചരിതത്തിൽ വളരെ വിദഗ്ധമായി ഉണ്ണായി വാര്യർ പ്രയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. കേട്ടാന കരുമനകൾ കാട്ടാളൻ ഒരുവൻ എന്നൊരു പ്രയോഗമുണ്ട് നളചരിത ആട്ടക്കലയിൽ. ദമയന്തി കാട്ടിലേക്ക് പോയതിനു ശേഷം ഒരു സർപ്പത്തേക്ക് കണ്ട് വിഷമിക്കുന്ന ആ സമയത്ത് അവളുടെ ആ വിലാപം കേട്ടാന കരുമനകൾ കാട്ടാളൻ ഒരുവൻ എന്ന് ഉണ്ണായി വാര്യർ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ സംസ്കാരം ഒക്കെ ആർജിച്ചാൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ പദകോശത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് ഈ പാട്ടിലെ മറ്റു പലതും ഇനിയുള്ള ഒന്ന് അറിഞ്ഞു പോകണം. ഈ ചിരുദേവിയെ കുറിച്ച് മാരി തന്നു, വെയിൽ തന്നു, തേനും തിരയും തന്നു, തീയും തന്നു, തീയും തന്നു, ഞങ്ങളെ പോയിട്ടു ദേവി. ഇവിടെയൊക്കെ വേറെ ആരും എഴുതാത്ത ആ ഒരു രീതിയിലുള്ള പദങ്ങളാണ്. ഒരു കണ്ണിൽ സൂര്യൻ, മറുകണ്ണിൽ ചന്ദ്രൻ, മുകിൽ മുടിയിൽ മാടി മാടി ആടിവാ, നിന്നുള്ളിൽ കറുത്താറെ എങ്ങളീ രാവു കണ്ടേ, നിന്നുള്ളിൽ വെളുത്താറെ എങ്ങൾ പകല് കണ്ടേ, കോലം നീ ഒതുക്കി, കോപം നീ ഒതുക്കി, മണിത്തള കിലുക്കി കിലുക്കി ചിരിച്ചുവാ. അങ്ങനെയാണ് ദേവിയോട് പറയുന്നത്. ചിരിച്ചുവാ എന്നാണ് ഈ ദേവിയോട് പറയുന്നത്. നേരെ മറിച്ച് വസൂരിയുടെ വിത്ത് എറിഞ്ഞുവാ എന്നല്ല പറയുന്നത്. അവിടെയാണ് കവിയുടെ ആ ഒരു തനിമ നമ്മൾ കാണേണ്ടത്. സാധാരണ നൽകി ഈ തരത്തിലുള്ള ദേവിമാരെയൊക്കെ പറയുമ്പോൾ അവരെ വേറെ ഒരു തരത്തിലൂടെ ആവിഷ്കരിക്കാനുള്ള ഒരു ശ്രമം വരും. പിന്നെ അദ്ദേഹത്തിൻ്റെ പരകോശത്തിൽ നമ്മൾ ഈ പറയുന്ന ഗ്രാമ്യ പ്രയോഗങ്ങളിലുണ്ട്. വെള്ളം എന്ന സിനിമയ്ക്ക് വേണ്ടി മാസ്റ്റർ എഴുതിയ ഒരു വള്ളപ്പാട്ട്, വഞ്ചിപ്പാട്ട് എന്ന് പറയാൻ പറ്റില്ല, വള്ളങ്ങളിൽ നിന്ന് പോകുന്നൊരു പാട്ടുണ്ട്. പാണ്ഡ്യാനക്കടവും വിട്ട് പാട്ടും കൂത്തും താളവും വിട്ട് പടകൂട്ടി പടിഞ്ഞാട്ട് പായും തോണികൾ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാണ്ഡ്യാനക്കടവ് ഒരു വല്ലാത്ത പ്രയോഗമാണ്. അത് വേറെ അധികം പേര് പ്രയോഗിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത് ഗ്രാമ്യമായ പ്രയോഗമാണ്. ആ കടവ് അവിടെ പാണ്ഡ്യാനുള്ള അവിടെ നമുക്ക് ലളിതമായി പറഞ്ഞ ഷോപ്പുകളുള്ള, പീടികകളുള്ള, അതുപോലെയുള്ള കലവറകളുള്ള ഏതെങ്കിലും ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുകയാണ്. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത് ആ ഗ്രാമ്യ പദപ്രയോഗങ്ങളെ കുറിച്ചാണ്. ഇനി കാൽപ്പനിക പദകോശം എഴുതേണ്ടുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഒരിക്കലും അതിൽ നിന്ന് എന്താ പറയുക പിന്തിരിയില്ല. ആ ഏറ്റവും ഉന്നതമായ തലത്തിലൂടെ തൻ്റെ ഗാനത്തെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നതനുസരിച്ച് വയലാറിൻ്റെയും ഭാസ്കര മാസ്റ്ററിൻ്റെയും ഒക്കെ ഗരിമയിലേക്ക് കൊടുത്താൻ ശേഷി കാണിച്ചിട്ടുണ്ട് മുരളി മാസ്റ്റർ. കയ്യിൽ തലയിൽ പുറത്തെടുത്ത് എന്ന ആ സിനിമയിലെ ഈ പാട്ട് ഉണ്ടല്ലോ, ആകാശനീമ മിഴികളിൽ എഴുതും അനുപമ സൗന്ദര്യമേ. ആരെ പാടുന്നത്? ഓക്കെ, ആ പാട്ട് നമുക്ക് കേൾക്കാം. സ്വയം പരിചയപ്പെടുത്തുക. സ്വയം പരിചയപ്പെടുത്തുക. ഇതിൻ്റെ കരമൊക്കെ കുറച്ച് മോശമാണ്. ഞാൻ കുറേ നാളായി കുറേ വേദിയിൽ പാടിപ്പോൾ കുറച്ച് പരാതികളൊക്കെ വന്നിരുന്നു. പിന്നെ വേറൊരു ഇതിൽ പാടണം. എൻ്റെ പേര് തിയോ. ഞാൻ ചേർപ്പിലാണ്. ചാക്കമാഷിൻ്റെയും ശ്രീജഡിജൻ്റെ മകനാണ്, എല്ലാവർക്കും അറിയാം. ഞാൻ കേരളലക്ഷ്മിയിലാണ് ആദ്യം പഠിച്ചത്. പിന്നെ പാഠശാല ചിറ്റൂർ, ബോയ്സ് ചിറ്റൂർ കോളേജിൽ കലാപ്രതിഭ കഴിഞ്ഞു. ഇംപ്രവസാങ്കോത്സവത്തിന് കഥാസംഗീത ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പി ജയേന്ദ്രൻ്റെ ശ്രീമാൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ പാട്ട് പാടണം. ഞാൻ കരോക്കിലാണ് പാടുന്നത്. അൺപടകൾ പോലെ ചെയ്യണം.
സരിഗരിഗ പഗപദ പദസ സരിഗ ബരിഗ പഗപദ പദ സരി ഗരി സദ പഗ പഗരി ഗരി സദ സരി ഗരി 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 ഗ നിങ്കവിടണൈ നിങ്കവിടനൈരങ്കരാകുലി കുങ്കുമപ്പൂ വിടർത്തും നിന്റെ കരളിൽ പൊൻപരാഗം നിത്യ കല്യാണ ചോടും നിങ്കവിടനൈരങ്കരാകുലി കുങ്കുമപ്പൂ വിടർത്തും നിന്റെ കരളിൽ പൊൻപരാഗം നിത്യ കല്യാണ ചോടും നിങ്കവിടനൈരങ്കരാകുലി കുങ്കുമപ്പൂ വിടർത്തും നിന്റെ കരളിലെ പൊൻപരാഗം നിത്യ കല്യാണ ചൂടും ദേവലോകമമ്പരന്നു നിന്നതു ദേവകന്യമാരുമാണ് വന്നതു അറിഞ്ഞു മനസ്സു നിറഞ്ഞ ലഹരി അറിഞ്ഞു കനവിലും നിലവിലും നിറയുക ആകാശനീലിമമിഴികളിലെഴുതും അനുപമ സൗന്ദര്യമേ എൺമണിയറിയിലാകലോലനി സ്വർഗ സംഗീതം പാടും പ്രേമലതകൾ പൂനിലാവിൻ പുഷ്പ സമ്മാനമേകും എൺമണിയറിയിലാകലോലനി സ്വർഗ സംഗീതം പാടും പ്രേമലതകൾ പൂനിലാവിൻ പുഷ്പ സമ്മാനമേകും എൺമണിയിലാകലോലി സംഗീതം പാടും പ്രേമലതകൾ പൂനിലാവിൻ പുഷ്പ സമ്മാനമേകും നിന്റെ ഗാനധാര ഭൂമി കേട്ടത് സ്വന്തമായ മംഗളങ്ങനേതോ നിന്റെ ഗാനധാര ഭൂമി കേട്ടത് സ്വന്തമായ മംഗളങ്ങനെന്ന് അറിഞ്ഞു മനസ്സു നിറഞ്ഞ ലഹരി അറിഞ്ഞു കനവിലു നിറവിലു നിറയുക ആകാശനീലിമമിഴികളിലെഴുതും അനുപമ സൗന്ദര്യമേ ആകാശനീലിമമിഴികളിലെഴുതും അനുപമ സൗന്ദര്യമേ നക്ഷത്രമാലന നിന്മാറിൽ ചാത്തുമ്പോൾ വിശ്വം തരിച്ചു നിൽക്കും ആകാശനീലിമ മിഴികളിലെഴുതും അനുപമ സൗന്ദര്യമേ രവീന്ദ്രൻ മാസ്റ്ററുടെ സവിശേഷമായ മ്യൂസിക് കൊണ്ടും കൂടി അനുഗ്രഹീതമായ ഗാനമാണിത്. രവീന്ദ്രൻ മാസ്റ്റർക്ക് വളരെ വ്യത്യസ്തരായിട്ടുള്ള സംഗീത സംവിധായകരോടും അതേപോലെ തന്നെ ചലച്ചിത്ര സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാൻ അത്രയധികം സിനിമകളിലൊന്നും അദ്ദേഹം എഴുതിയില്ലെങ്കിൽ ആ എഴുതിയ സിനിമകളിലൊക്കെ ഈ തരത്തിലുള്ള പ്രതിഭാശാലികളുടെ കൂടെ തൻ്റേതായിട്ടുള്ള ലൈൻസ്
തൻ്റെ ഭാവന ചേർത്ത് വയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു നേട്ടമാണ്. ഈ പാട്ടിൽ തന്നെ ആകാശനീലിമ മിഴികളിലെഴുതും അനുപമ സൗന്ദര്യമേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പോകുന്നതൊക്കെ നക്ഷത്രമാല, അതേപോലെ തന്നെ എന്താ പറയുക, ദേവലോകം, ദേവകന്യകമാർ, അങ്ങനെ വലിയൊരു ലോകത്തിലേക്കാണ് അദ്ദേഹം തൻ്റെ പദകോശത്തെ ഉയർത്തുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഫോക്ക് തലം വിട്ടിട്ട് നമുക്ക് ഈ തരത്തിലുള്ള കാൽപ്പനിക തലത്തിലേക്ക് ഉയരുവാനുള്ള ആ ഒരു ശേഷിയിൽ അധികം ഒട്ടും ഇല്ലായിരുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ദാർശനിക മാനങ്ങളുള്ള ഒരു രചനയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു പാട്ടിൽ ദാർശനിക മാനം ഉള്ളൊരു പാട്ട്, അതിൽ മുല്ലനേഴി മാസ്റ്ററുടെ സിഗ്നേച്ചർ നമുക്ക് കാണാൻ സാധിക്കും. മേള എന്ന സിനിമയിലാണ് ആ പാട്ടുള്ളത്. മമ്മൂട്ടി എന്ന നമ്മുടെ മഹാനടൻ പാടി അഭിനയിക്കുന്ന ആദ്യത്തെ ഗാനം എന്ന ആ ഒരു വിശേഷണം കൂടി ഈ പാട്ടിന് കൊടുക്കാം. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാറകളിൽ. ആരാ പാടാൻ പറ്റുന്നത്? ഓക്കെ. ഹലോ, എൻ്റെ പേര് ഭാസ്കരൻ. ഇവിടെ ആനക്കല്ലിൽ തന്നെയാണ് വീട്. സംഗീതമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല, പാടാനുള്ള ആഗ്രഹമുണ്ട്, പാടുന്നെന്ന് മാത്രം. മാഷ്ടർ നല്ലൊരു പാട്ട് പാടാൻ ശ്രമിക്കുന്നു. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാതകളിൽ. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാതകളിൽ. കടിഞ്ഞാണില്ലാതെ കാലുകളില്ലാതെ തളിരം തണലും തേടി. കടിഞ്ഞാണില്ലാതെ കാലുകളില്ലാതെ തളിരം തണലും തേടി. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാതകളിൽ. കാലമേ നിൻ കാലടിക്കീടി കണ്ണുനീർ പുഷ്പങ്ങൾ, കണ്ണുനീർ പുഷ്പങ്ങൾ കാതോർത്തു കാതോർത്തു നിന്നു, കാതോർത്തു കാതോർത്തു നിന്നു. ജീവിത താളങ്ങളേറ്റുവാങ്ങാൻ മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാതകളിൽ. മോഹമേ നിന്നാരോഹണങ്ങളിൽ ആരിലും രോമാഞ്ചങ്ങൾ, ആരിലും രോമാഞ്ചങ്ങൾ. അവരോഹണങ്ങളിൽ ചിറകുകളെരിയുന്ന ആത്മാവിൻ വേദനകൾ. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാതകളിൽ.
മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു. മനുഷ്യൻ കാണാത്ത പാതകളിൽ. അത് വലിയൊരു ദാർശനിക അനുഭവമുള്ള ഒരു ഗാനമാണ് അല്ലേ? ഇനി ഞാനൊരു സ്വകാര്യ അനുഭവം കൂടി മാഷുമായിട്ടുള്ള ഒരു അനുഭവം കൂടെ പങ്കുവയ്ക്കട്ടെ. എനിക്ക് തോന്നുന്ന മാഷ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ഒരു സിനിമയുടെ റെക്കോർഡിങ്ങിന് വേണ്ടി അതിൻ്റെ ആ ഒരു യാത്രക്കിടയിൽ പ്രിയാന്തൻ്റെ സിനിമയാണ് ഒടുവിൽ അഭിനയിച്ച ഒരു സിനിമയിൽ ചെറിയ ഒരു വേഷം എനിക്കുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യണമെന്ന് പ്രിയന് നിർബന്ധം വന്നു. 2 ഡയലോഗേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയിട്ട് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അതാണ് സിനിമ. അവിടെ നിന്ന് വരുമ്പോൾ മാഷ് ഇത്തിരി ക്ഷീണിതനായിരുന്നു. അപ്പോൾ ട്രെയിനിൽ കയറാൻ ഒക്കെ സഹായിച്ചു. ഞാനും മാഷും കൂടെ അടുത്തിരുന്നാണ് വന്നത് തൃശ്ശൂർ വരെ. അപ്പം അങ്ങനെ വന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ആ ട്രെയിനിലുള്ള കുറേ ആളുകളൊക്കെ മാഷ വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. മാഷോട് ഞാൻ ചോദിച്ചു, മാസ്റ്റർ ജി, നിങ്ങൾക്ക് നല്ല എന്താ പറയുക വൈരാഗ്യത്തിന് ശേഷം വന്ന ആ കൂട്ടത്തിൽ തനിമയുള്ള ഒരുപാട് പാട്ടുകൾ എഴുതാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടി. നിങ്ങളുടെ കവിതയും ഒട്ടും അതിനേക്കാൾ വളരെ മുന്നിലാണ്. പക്ഷെ ഞാൻ സ്വകാര്യമായിട്ട് ചോദിക്കുകയാണ്, താങ്കൾ എഴുതിയതിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അദ്ദേഹം അല്പം ഒന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സൗരയൂഥപദത്തിലെന്തോ സംഗമഭൂമിരിക്കും വെള്ളം എന്ന സിനിമയിലെ പാട്ടാണ്. അതൊന്ന് കേട്ടില്ല. ഓക്കെ, ശരി. അദ്ദേഹം തയ്യാറായിട്ടുള്ള പാട്ട് വേറെയാണ്. അപ്പോൾ ആ പാട്ട് പിന്നാലെ വരും. അപ്പം ഞാൻ ഈ പാട്ടിനെ കുറിച്ചൊന്ന് പറയട്ടെ. സൗരയൂഥ പദത്തിലെന്നോ സംഗമ പൂവിരിഞ്ഞു, മേഘദൂതിലെ മോഹം പൂവിലെ പൊൻപരാഗമായി നിറഞ്ഞു. അതാണ് എൻ്റെ പല്ലവി. ആ മേഘദൂതിലെ മോഹം എന്നൊക്കെ പറയുമ്പോഴേ കാളിദാസനിലേക്കൊക്കെ എത്തുകയാണ്, ആ കവികളിലേക്കൊക്കെ എത്തുകയാണ്. പാടുന്നുണ്ടോ? ഓക്കെ ഓക്കെ, കമാൺ കമാൺ. അപ്പം നമുക്ക് ആ പാട്ട് കിട്ടും. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് പാട്ടിലൂടെ തന്നെ നമുക്ക് അനുഭവിക്കാം. ഓക്കെ, ശരി. പൊൻപരാഗമായി നിറഞ്ഞു.
സംഗമപ്പൂ വിരിഞ്ഞു. അതിമനോഹരമായ ആലാപനമായി മാസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രചനയാണ് ഇതെന്ന് പറയുന്നതിൽ അതിശയമില്ല. പക്ഷേ ഈ രചന നമ്മൾ രാമഗിരിയിലെ പ്രേമസുരഭിയിലെ ഗാനം എന്നൊക്കെ പറയുമ്പോൾ ആ കാളിദാസ കൃതിയുടെയൊക്കെ ആ ഒരു സത്ത ഇതിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ പദകോശത്തിന് കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ തരത്തിലുള്ള എന്താ പറയുക ഗ്രാമ്യമായ അല്ലെങ്കിൽ ഫോക്ക് രീതിയിൽ നിന്ന് വിട്ട് ഉന്നതമായ ഒരു തരത്തിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ ഇവിടെ ഞാൻ മാസ്റ്ററോട് പറയേണ്ടായി, ഞങ്ങളിതുവരെ വേറെ കുട്ടിക്കാലത്ത് വേറൊരു ബന്ധമുണ്ട്. ഒരു പഞ്ചായത്തായിരുന്ന സമയത്ത് വല്ലച്ചർ പഞ്ചായത്തായിരുന്ന സമയത്ത് ആ പഞ്ചായത്തിലെ ഓണാഘോഷത്തിന് വേണ്ടി കവിത എഴുതാൻ പറ്റുന്ന സമയത്ത് മാസ്റ്റർ കവിത എഴുതി മാസ്റ്റർക്ക് 1ാം സ്ഥാനം, ഞാനും എഴുതി കോളേജിൽ പഠിക്കുന്ന എനിക്ക് 2ാം സ്ഥാനം. അങ്ങനെ ആ തരത്തിലൊക്കെ പോയി മാസ്റ്റർ പിന്നെ ആ രംഗത്തേക്ക് ഗംഭീരമായിട്ട് പോയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ബന്ധം വളരെ കാലം മുമ്പേ തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് മാസ്റ്ററോട് ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഈ പാട്ട് അതിഗംഭീരമാണ്, പക്ഷെ ഈ പാട്ടിനെയല്ല ഞാൻ വിലമതിക്കുന്നത്. മാസ്റ്ററുടെ പാട്ട് എനിക്ക് ഫ്രഞ്ച് സിംബലിസ്റ്റ് കവികളുടെ ചില ആധുനിക സങ്കല്പങ്ങളൊക്കെയുള്ള, പ്രത്യേകിച്ചും ബോധലെയർ തുടങ്ങിയ കവികളുടെ
ചില നവീന സങ്കല്പങ്ങളൊക്കെയുള്ള ഒരു പാട്ട് മാഷ് എഴുതിയിട്ടുണ്ട്. ചങ്കപ്പുഴയുടെ എന്താ പറയുക, പാടുന്ന പിശാച് എന്ന് പറയുന്ന കവിതയിലൊക്കെ അതിൻ്റെ ചില സ്ഫുലിംഗങ്ങൾ കാണാം. അങ്ങനെ ഒരു പാട്ട് മാഷ് എഴുതിയിട്ടുണ്ട് ലക്ഷ്മി വിജയത്തിൽ. ആ പാട്ടിനോടാണ് എനിക്ക് വ്യക്തിപരമായ ആഭിമുഖ്യം എന്ന് ഞാൻ പറഞ്ഞു. ആ പാട്ടൊന്ന് കേട്ടു. പകലിൻ്റെ വിരിമാറി നിഴലു നീ. സാറ് പഠിക്കും. ഹലോ 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 എൻ്റെ പേര് സോമൻ പെരിഞ്ചേരി. പെരിഞ്ചേരി പള്ളിക്കടുത്താണ് വീട്. ഹലോ പകലിൻ്റെ വിരിമാറി നിഴലു നീ പാതിരാവിൽ ഇരുളു നീ
ഒരു പിടിച്ചുടലേ പകലിന്റെ നിലവിളി പാതിരാവി പാരി പിറക്കാത്ത സ്വപ്നങ്ങൾ തേടി പദയാത്ര തുടരുന്നു നമ്മുടെ ഹലോ എല്ലാ ഗായകരും നല്ല രീതിയിലൂടെ നമ്മുടെ മുന്നിൽ ആ ഗാനങ്ങൾ അവതരിപ്പിച്ചു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പ്രോഗ്രാം അത് നടത്താൻ വേണ്ടി എന്നെ നിയോഗിച്ചത്. പിന്നെ എത്രയെത്ര സാക്ഷരതാ ഗാനങ്ങൾ, എത്രയെത്ര ഗ്രാമീണ ഗാനങ്ങൾ, എത്രയെത്ര കവിതകൾ അതിലൂടെയൊക്കെ നമ്മുടെ മലയാളത്തെ കയ്യിലെടുത്ത ഒരു അധ്യാപക ശ്രേഷ്ഠനായ കവിയാണ് നമ്മുടെ നാട്ടുകാരൻ ഉലരഴി നീലയുടെ പോസ്റ്റർ. ആ സ്മരണയുടെ മുന്നിൽ ഈ തരത്തിലൊരു അവതരണം നടത്തിയതിൻ്റെ ഒരു കൃതാർത്ഥത എനിക്കുണ്ട്. പിന്നെ ഏത് തരത്തിലുള്ള ഗാനം എഴുതാനും മാസ്റ്റർക്ക് ഒരു പ്രയാസവുമില്ല. അദ്ദേഹം എഴുതുന്ന പ്രാർത്ഥനാ ഗാനത്തിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. എല്ലായിടത്തും അദ്ദേഹം മണ്ണിൽ ഒരുമയിൽ എല്ലാം തൻ്റേതായിട്ടുള്ള ചിന്ത സന്നിവേശിപ്പിക്കുന്ന കവിയാണ്. നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനാ ഗാനമല്ലേ, അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങൾ നിങ്ങൾ ഒന്നാണ്, അറ്റമില്ലാത്തൊരു ജീവിതപാതയിൽ ഒറ്റയല്ല 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 ആരും ഒറ്റയല്ല. ആ ഒരു ചിന്താഗതിക്കാരനാണ് നമ്മുടെ കവി. അപ്പം നമ്മളെല്ലാം ഒന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഈ ഒരു അവതരണം ഞാനിവിടെ സമാപിക്കുകയാണ്. ഇനി സച്ചടത്തിൽ കേട്ട നിങ്ങളോടും എന്നോടൊപ്പം സഹകരിച്ച് ഈ ഗാനം ആലപിക്കാൻ വന്ന സുഹൃത്തുക്കളോടും എൻ്റെ സംഘാടകരോടും ഉള്ള ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.